ഈ കാണുന്ന നമ്മുടെ ചെറിയ ടാങ്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. നമ്മുടെ ആൽബിനോ ഫുൾ റെഡ് ഗപ്പികൾ കിടക്കുന്ന ടാങ്കാണ്. കുറച്ച് നാൾ മുമ്പ് നമ്മൾ ഈ ഒരു ടാങ്കിൻ്റെ മെയിൻ്റനൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. മെയിൻ്റനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് വിരിച്ചിട്ടുണ്ടായിരുന്ന പ്ലാസ്റ്റിക് ഷീറ്റ്, അതായത് പോളിത്തീൻ ഷീറ്റ് ലീക്കായിട്ട് നമ്മൾ പുതിയത് വിരിച്ചതാണ് ഈ കാണുന്ന മഞ്ഞ കളറിലുള്ളത്. അതിന് ശേഷം നമ്മൾ ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കിയിരുന്നു ലീക്കേജ് വല്ലതും ഉണ്ടോ എന്നുള്ളത്. ഇതുവരെ ലീക്കേജും കാര്യങ്ങളൊന്നും ഇല്ല. കറക്റ്റ് ലെവലിൽ തന്നെ വാട്ടറൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അന്ന് നമ്മൾ മാറ്റിയതിന് ശേഷം വാട്ടർ ചേഞ്ച് ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നു കുറച്ചധികം നാളായിട്ടുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് ആൽഗെ വന്ന് വെള്ളം ഗ്രീൻ കളറായിട്ടുണ്ട്. മീനുകളൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം ആൽഗെ ആയതുകൊണ്ടല്ല നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്യുന്നത്. ആൽഗെ വാട്ടർ ഇവർക്ക് ഓക്കെയാണ്. പക്ഷേ ഇതിൻ്റെ അടിഭാഗത്ത് കുറച്ച് അഴുക്ക് അടിഞ്ഞു കൂടിയിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് വലിച്ചു കളയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ വാട്ടർ ചേഞ്ച് മെയിനായിട്ട് ചെയ്യുന്നത്. അപ്പോൾ അടിഭാഗം ക്ലീൻ ചെയ്യുക മാത്രമല്ല, നമ്മൾ ഏകദേശം ഒരു 75% വെള്ളം കളയുന്നുണ്ട്. ഒരു കാഭാഗം വെള്ളം വെച്ച് ഒരു 75% വെള്ളം കളഞ്ഞ് റീഫിൽ ചെയ്യാനായിട്ടാണ് പോണത്. അപ്പോൾ അതോടൊപ്പം നമ്മൾ ഇവരുടെ അപ്ഡേറ്റും കാണിക്കുന്നുണ്ട്. കാരണം നമ്മൾ അന്ന് മീനുകളൊക്കെ ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ അപ്ഡേറ്റ് ഒന്നും ചെയ്തിട്ടില്ല. കണ്ടില്ലേ, ഇതെല്ലാം ബ്രീഡായിട്ട് ഇറങ്ങിയ കുഞ്ഞുങ്ങൾ വലുതായതാണ് നമ്മുടെ ആൽബിനോ ഫുൾ റെഡ് ഗപ്പികൾ. നമ്മളൊരു പെയറിനെ വാങ്ങിയതാണ് നമ്മളൊരു അക്വേറിയം ഷോപ്പിൽ നിന്ന്, ജസ്റ്റ് ഒരു മെയിലിനെയും ഫീമെയിലിനെയും. എന്നിട്ട് നമ്മൾ അവരെ കൊണ്ടുവന്ന് ഇട്ടത് നമ്മുടെ ടെറസിൻ്റെ മുകളിലുള്ള അക്വേറിയത്തിലായിരുന്നു, നമ്മുടെ ജാവ ഫേൺ അക്വേറിയത്തിലായിരുന്നു. അതിനകത്ത് നിറച്ച് ചെടികളും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ഈ ഒരു മെയിലും ഫീമെയിലും അതിനകത്ത് കിടന്ന് ബ്രീഡായിട്ട് നമുക്ക് കുറേ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ കളക്ട് ചെയ്യാൻ നേരത്ത് നമുക്ക് ഒരു 10 കുഞ്ഞുങ്ങളെ എങ്ങാണ്ടാണ് കിട്ടിയത്. അപ്പോൾ അവരെ നമ്മൾ സെപ്പറേറ്റ് ട്രേയിലിട്ട് ഒരു ഈ കാണുന്നതിൻ്റെ ഒരു പകുതി സൈസ് ആയ സമയത്താണ് ഈ ടാങ്കിലേക്ക് നമ്മൾ പിന്നെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അവരെല്ലാവരും വലുതായിട്ടുണ്ട്, നല്ല സൈസായിട്ടുണ്ട്. കൂടുതലും ഫീമെയിലുകളാണ്. ഫീമെയിലുകളെല്ലാം വയറൊക്കെ വീർത്ത് ബ്രീഡിങ്ങിൻ്റെ ആ ഒരു സ്റ്റേജിലാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം. മെയിൽ ആകെ 2 എണ്ണം ഇതിനകത്തുള്ളൂ. അപ്പോൾ ഫുൾ റെഡ് ഗപ്പികൾ അത്യാവശ്യം നല്ല സൈസുമായിട്ടുണ്ട്. നമ്മൾ ഇട്ടതെല്ലാം ഇതിനകത്ത് നന്നായി വളർന്ന് വലുതായിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ആൽബിനോ ഫുൾ റെഡ് ഗപ്പികൾ മാത്രമല്ല കിടക്കുന്നത്, നമ്മുടെ രണ്ടാമത്തെ അക്വേറിയത്തിൽ കിടന്നിരുന്ന പ്ലാറ്റുകളെയും നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. പ്ലാറ്റുകളെ അധികം കാണുന്നില്ല. നമ്മൾ വെള്ളം അത്യാവശ്യം വലിച്ച് കളഞ്ഞ് അവരടിഭാഗത്താണ് നിൽക്കുന്നത് കൂടുതലും. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. പ്ലാറ്റുകളും കിടക്കുന്നുണ്ട് ഇതിനകത്ത്. പിന്നെ അതിന് ശേഷം നമ്മൾ ആഡ് ചെയ്ത മീനുകൾ എന്ന് പറയുന്നത് കൂലി ലോച്ചുകളാണ്. കൂലി ലോച്ചുകൾ നമ്മളൊരു ട്രേയിലാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. കൂലി ലോച്ചുകൾ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഒരു പാമ്പിൻ്റെ ഷേപ്പിലുള്ള ചെറിയ മീനാണ്. വെള്ളത്തിൻ്റെ അടിഭാഗത്ത് കിടക്കുന്നൊരു മീനാണ്. കൂടുതലും ഹൈഡ് ചെയ്ത് കിടക്കുന്നൊരു മീനാണ്. നമുക്കിപ്പോൾ ഒന്ന് നോക്കിയാൽ കാണില്ല, കാരണം ഇവർ ഈ ഒരു പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ മടക്കിൻ്റെ ഇടയിലൊക്കെ പോയിട്ട് ഒളിച്ചിരിക്കുകയാണ്. വെള്ളം കുറയുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ കണ്ടില്ലേ, വെള്ളം അത്യാവശ്യം നല്ല രീതിയിൽ ഗ്രീൻ കളറായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അടിഭാഗത്ത് അടിഞ്ഞു കൂടിയിട്ടുള്ള അഴുക്ക് നമ്മൾ ഈ സൈഫൺ ഉപയോഗിച്ച് വലിച്ചു കളയാണ് ചെയ്യുന്നത്. ചില സമയങ്ങളിൽ നമ്മൾ സമയമൊക്കെ കുറവുള്ള സമയത്താണെങ്കിൽ സബ്മേഴ്സിബിൾ പമ്പ് ചെറുത് 18 വാട്ടിൻ്റെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതാകുമ്പോൾ പെട്ടെന്ന് വെള്ളം പുറത്തേക്ക് വലിഞ്ഞു പോകും. എന്നിട്ട് അവസാനത്തെ കുറച്ച് വെള്ളം നമ്മൾ അതിനകത്ത് ബാക്കി വയ്ക്കും ഈ ഒരു അഴുക്ക് വലിച്ചു കളയാനായിട്ട്. അപ്പോൾ നമ്മൾ സബ്മേഴ്സിബിൾ പമ്പ് ഉപയോഗിച്ച് മാക്സിമം വെള്ളം വലിച്ചു കളഞ്ഞിട്ട് പിന്നെ അവസാനത്തെ ഭാഗം മാത്രം ഈ ഒരു സൈഫൺ ഉപയോഗിച്ച് അടിഭാഗം ക്ലീൻ ചെയ്യുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ സബ്മേഴ്സിബിൾ പമ്പൊന്നും യൂസ് ചെയ്യുന്നില്ല, കാരണം ഇന്ന് നമുക്ക് ടൈം ഉള്ളതുകൊണ്ട് പിന്നെ നമ്മൾ ഈ ഒരു സൈഫൺ ഉപയോഗിച്ച് കളയാണ്. കാരണം അത്ര ഫാസ്റ്റായിട്ടല്ല വെള്ളം വലിഞ്ഞു പോകുന്നത്, കാരണം ഇത് ഏകദേശം ഒരു ലെവൽ ഗ്രൗണ്ട് ആയതുകൊണ്ട്. എങ്കിലും കുഴപ്പമില്ല, വെള്ളം എന്തായാലും നല്ല രീതിയിൽ കണ്ടീഷനായിട്ടുണ്ട്. കുറേ കാലം ഇതിങ്ങനെ ഒരു ബ്രൗൺ കളറിലൊക്കെ ആയിട്ട് കിടക്കുകയായിരുന്നു, കാരണം മഴക്കാലമൊക്കെ ആയതുകൊണ്ട് സൺലൈറ്റ് കുറവായതുകൊണ്ട്. ഇപ്പോൾ വെയിൽ കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് വരുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഗ്രീൻ കളറിലേക്ക് മാറി. അപ്പോൾ ഇത് ഏകദേശം ഒരു ഭാഗം വെള്ളം നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നാണ് നമ്മൾ ഇനി ടോപ്പപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് പോണത്. അപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം മീനുകളൊക്കെ. അപ്പോൾ ആ സൈഡിൽ കണ്ടില്ലേ, മൂലയിൽ കിടക്കുന്നതാണ് കൂലി ലോച്ചുകൾ. കണ്ടില്ലേ, ഒരു പാമ്പിൻ്റെ ഷേപ്പിൽ ഒരു അടിഭാഗത്ത് ഇങ്ങനെ കിടക്കുന്ന ആ മീനുകളാണ് കൂലി ലോച്ചുകൾ. അവരിങ്ങനെ മൂവ് ചെയ്യുന്ന കാണാം, പക്ഷേ ഭയങ്കര ഫാസ്റ്റായിട്ടാണ് അവർ മൂവ് ചെയ്യുന്നത്. ഇപ്പോൾ വെള്ളം കുറഞ്ഞത് കൊണ്ട് മടക്കിൻ്റെ ഇടയിൽ നിന്നൊക്കെ വന്ന് അവർ താഴെ കിടക്കുകയാണ്. കാണാൻ അത്യാവശ്യം നല്ല ഭംഗിയുള്ള മീനുകളാണ്, കാരണം ഒരു ബ്രൗൺ കളറിൽ യെല്ലോയിഷ് ഗോൾഡൻ റിങ്ങുകൾ, അതേ ഒരു പാമ്പിൻ്റെയൊക്കെ ഷേപ്പ്, അതിൻ്റെ ഒരു ഡിസൈൻ തന്നെയാണ് വരുന്നത്. കണ്ടില്ലേ, ഇവരാണ് കൂലി ലോച്ചുകൾ. അത്യാവശ്യം നല്ല മീനുകളാണ്, അക്വേറിയത്തിലൊക്കെ ഇടാൻ പറ്റിയ മീനുകളാണ്. ഇവരെ മാത്രം ഒരു ഡസനൊക്കെ വാങ്ങി, അല്ലെങ്കിൽ ഒരു 6 എണ്ണത്തിനൊക്കെ വാങ്ങി ചെറിയ അക്വേറിയത്തിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. ഇവർ അടിയിൽ നടക്കുന്ന മീനുകളാണ്, അതുകൊണ്ട് സിങ്ക് ചെയ്യുന്ന പെല്ലറ്റൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്. സിങ്ക് ചെയ്യുന്ന പെല്ലറ്റ് നമ്മൾ അങ്ങനെ വാങ്ങി കൊടുക്കുകയല്ല, നമ്മൾ സാധാരണ പെല്ലറ്റ് ജസ്റ്റ് നമ്മൾ വെള്ളത്തിൽ കുതിർത്തി ജസ്റ്റ് താഴേക്ക് സിങ്ക് ചെയ്യിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കൂലി ലോച്ചുകൾക്ക് സ്പെഷ്യലായിട്ട്. ബാക്കിയുള്ള മീനുകളെല്ലാം മുകളിൽ വന്ന് സാധാരണ നമ്മുടെ ഫ്ലോട്ടിംഗ് പെല്ലറ്റ് തന്നെയാണ് കഴിക്കുന്നത്. നമ്മുടെ ബീറ്റാ ഫിഷിന് കൊടുക്കുന്ന ആ ചെറിയ പെല്ലറ്റാണ് ഈ ഒരു ആൽബിനോ ഫുൾ റെഡ് ഗപ്പികൾക്കും പ്ലാറ്റുകൾക്കും കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഇതിനകത്ത് എയറേഷനും ഫിൽട്രേഷനും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് വാട്ടർ ചേഞ്ച് മാത്രമാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഇനി അങ്ങോട്ട് ഇടയ്ക്ക് ആഴ്ചയിൽ കുറച്ച് ദിവസങ്ങളിൽ എയറേഷൻ കൊടുക്കാമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് മീനുകൾ ഇത്രയും ഗ്രോ ആയെന്ന് എനിക്കറിയില്ലായിരുന്നു, ഇത്രയും വളർന്നിട്ടുണ്ടെന്നുള്ള കാര്യം. കാരണം ഇങ്ങനെ ആൽഗി അടിച്ച് കിടക്കുന്നതുകൊണ്ട് നമുക്ക് ക്ലിയർ ആയിട്ട് ഞാൻ ശ്രദ്ധിക്കാറില്ല. ഞാൻ ജസ്റ്റ് തീറ്റ ഇട്ട് കൊടുത്ത് പോവുകയാണ് ചെയ്യാറുള്ളത്. ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്, കാരണം ആൽബിനോ ഫുൾ റെഡ് ഗപ്പികളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വളർന്നിട്ടുണ്ട്.
ഇതിനകത്ത് അവർ ബ്രീഡ് ആവുന്നുണ്ട്. ഇടയ്ക്ക് ഞാൻ കുഞ്ഞുങ്ങളെയൊക്കെ കാണാറുണ്ട്. പക്ഷേ അവർ സർവൈവ് ചെയ്യുന്നില്ല. കാരണം വലിയ മീനുകളായതുകൊണ്ട് അവർ സ്ട്രെസ്സ് വന്ന് ചത്തു പോകുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഇവർ കൊത്തി ഓടിക്കുമ്പോൾ സ്ട്രെസ്സ് വന്നിട്ട് ചത്തു പോകുന്നുണ്ടായിരിക്കും. ഇതിനകത്ത് ഇപ്പോൾ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ സൈഡിലൊരു പ്ലാറ്റിയുടെ കുഞ്ഞിനെയൊക്കെ കണ്ടിരുന്നു. പക്ഷേ ഞാൻ പിടിച്ച് മാറ്റാനൊന്നും നിന്നില്ല. പിന്നെ നമ്മൾ പ്ലാൻ ചെയ്യുന്നൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആൽബിനോ ഫുൾ റെഡ് ഗപ്പികൾ വലിയ സൈസ് ആയതുകൊണ്ട് അതിൽ നിന്ന് ഒരു പെയറിനെ നമ്മൾ പിടിച്ച് ഒരു അക്വേറിയത്തിൽ കൊണ്ടിടാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. കാരണം ഇവർ ബ്രീഡിങ് ഇതിലേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെറുതെ ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ ബ്രീഡാവും, പക്ഷേ കുഞ്ഞുങ്ങളൊന്നും സർവൈവ് ചെയ്യില്ല. അപ്പോൾ നമ്മൾ അക്വേറിയത്തിൽ നമ്മുടെ ജാവഫോണുകൾ നല്ല തിക്കായിട്ട് വളർന്ന് നിൽക്കുന്നുണ്ട് അക്വേറിയത്തിൽ. അപ്പോൾ അതിലേക്ക് ഒരു പെയറിനെ കൊണ്ടിടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ അതിനെ ബ്രീഡ് ചെയ്യിച്ച് കുഞ്ഞുങ്ങളെ എടുക്കാനായിട്ട് പറ്റും. കുഞ്ഞുങ്ങൾ ഒരു ഹാഫ് സൈസൊക്കെ ആയി കഴിയുമ്പോൾ ഈ ഒരു ടാങ്കിലേക്ക് തന്നെ നമുക്ക് ആഡ് ചെയ്യാം. ഒരു അക്വേറിയത്തിൽ നമ്മുടെ ആൽബിനോ ഫുൾ റെഡ് ഗപ്പികൾ നമ്മൾ ആദ്യം വാങ്ങിയ ആ പെയർ കിടക്കുന്നുണ്ട്. പെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീമെയിൽ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. മെയിൽ ഡെഡായി പോയിട്ടുണ്ടായിരുന്നു. ഞാൻ കണ്ടൊന്നുമില്ല. ഞാൻ ഒരിടയ്ക്ക് നോക്കിയപ്പോൾ ഫീമെയിലിനെ മാത്രമാണ് കാണുന്നത്. മെയിൽ എനിക്ക് തോന്നുന്നു ഡെഡായിട്ട് ആ ചെടിച്ചട്ടിയുടെ ഇടയിലെങ്ങാണ്ടൊക്കെ പോയി. പിന്നെ അതിനെ കണ്ടിട്ടേ ഇല്ല. അത് ആ മെയിൽ ഡെഡായി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ കുഞ്ഞുങ്ങളാണ് സർവൈവ് ചെയ്ത് കിട്ടിയത്. അപ്പോൾ ഫീമെയിൽ ഇപ്പോഴും ആ ഒരു ഇതിനകത്ത് ആ ഒരു അക്വേറിയത്തിനകത്ത് കിടക്കുന്നുണ്ട്. പക്ഷേ അതിനകത്ത് 2 കുഞ്ഞുങ്ങളെയും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം കുറച്ച് വലുപ്പമായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മെയിൽ ഡെഡായതിനു ശേഷവും ഫീമെയിൽ ബ്രീഡായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഫീമെയിൽ കൂടാതെ 2 കുഞ്ഞുങ്ങളും ഇപ്പോൾ ആ അക്വേറിയത്തിൽ കിടക്കുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്ത് കിടക്കുന്ന പ്ലാറ്റുകൾ കിടന്നിരുന്ന അക്വേറിയത്തിലേക്കാണ് നമ്മളിനി ഈ ഒരു പെയറിനെ മാറ്റാനായിട്ട് പോകുന്നത്. അതായത് ഇതിൽ നിന്ന് ഒരു മെയിലിനെയും ഫീമെയിലിനെയും പിടിച്ച് പ്ലാറ്റുകൾ കിടന്നിരുന്ന ആ ഒരു അക്വേറിയത്തിലേക്ക് ഇട്ട് ബ്രീഡ് ചെയ്യിക്കാനാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ആ ഒരു അക്വേറിയങ്ങൾ 2 എണ്ണവും ഒന്ന് വാട്ടർ ചേഞ്ച് ചെയ്ത് റീസെറ്റ് ചെയ്യണമെന്നുണ്ട്. എന്നിട്ട് അതിനകത്ത് ജാവഫോണുകളാണെങ്കിൽ നല്ല രീതിയിൽ തിക്കായിട്ട് വളർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അക്വേറിയം റീസെറ്റ് ചെയ്തതിന് ശേഷം ചിലപ്പോൾ 2 അക്വേറിയത്തിലേക്ക് നമ്മൾ 2 പെയറിനെ എടുക്കും. ഒരു അക്വേറിയത്തിൽ ഓൾറെഡി ഫീമെയിൽ കിടക്കുന്നതുകൊണ്ടാണ് ജസ്റ്റ് നമ്മൾ ആലോചിക്കുന്നത് 2 എണ്ണത്തിന് എടുക്കണോ വേണ്ടതെന്നുള്ളത്. മിക്കവാറും നമ്മൾ എടുക്കാൻ സാധ്യതയുണ്ട്. അതായത് ഒരു മെയിലിനെ ഫീമെയിൽ ഒരു അക്വേറിയത്തിലേക്കും രണ്ടാമത്തെ ഫീമെയിൽ കിടക്കുന്ന ആ ഒരു അക്വേറിയത്തിലേക്ക് ഒരു പെയറിനെ കൂടി ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട്. പ്ലാറ്റുകളെ മൊത്തമായിട്ട് നമ്മൾ ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനാണ് വിചാരിക്കുന്നത്. പ്ലാറ്റുകൾ കിടക്കുന്ന അക്വേറിയത്തിൽ അധികമൊന്നുമില്ല. എനിക്കൊന്ന് 2-3 എണ്ണം എങ്ങാണ്ടുള്ളൂ. കുഞ്ഞുങ്ങൾ വലുതായതാണ്. അവരെ ഇതിലേക്ക് മാറ്റിയതിന് ശേഷം ഈ ഒരു ആൽബിനോ ഫുൾ റെഡ് ഗപ്പികളെ ബ്രീഡിങ്ങിനായിട്ട് ആ അക്വേറിയത്തിലേക്ക് മാറ്റാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ചെറിയ ടാങ്കിൻ്റെ അപ്ഡേറ്റ്. കിടക്കുന്ന മീനുകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആൽബിനോ ഫുൾ റെഡ് ഗപ്പികൾ, പ്ലാറ്റുകൾ, പിന്നെ കൂലിലോച്ചുകളാണ്. അപ്പോൾ നമ്മൾ വെള്ളം നിറച്ച് മുക്കാഭാഗത്തോളം നിറച്ചിട്ടുണ്ട്. പിന്നെ കണ്ടില്ലേ പച്ച കളർ ഫുള്ളായിട്ട് പോയിട്ടില്ല. കാരണം നമ്മൾ കാഭാഗം വെള്ളം ഇതിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇതിനകത്തുള്ള ബെനിഫിഷ്യൽ ബാക്ടീരിയാസ് കണ്ടിന്യൂ ചെയ്യാനും അതുപോലെ തന്നെ ആൽഗെ ഗ്രോത്ത് ചെറിയ രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങൾക്കറിയാം ആൽഗെ വെള്ളത്തിലുണ്ടെങ്കിൽ ഫിൽട്രേഷൻ നടക്കും, നാച്ചുറലായിട്ടുള്ള എയറേഷൻ നടക്കും. അതുപോലെ ഈ മീനുകളുടെ കളർ നല്ല രീതിയിൽ റീറ്റെയിൻ ചെയ്യും. പിന്നെ ബ്രീഡിങ്ങിനൊക്കെ മീനുകൾ നല്ല രീതിയിൽ കംഫർട്ടബിളായിട്ട് വരുന്നത് ഇത്തരത്തിലുള്ള ആൽഗെ വാട്ടറാണ്. അതുപോലെ തന്നെ നമ്മൾ ഫുഡൊക്കെ കൊടുക്കുമ്പോൾ അതിൻ്റെ എന്തെങ്കിലും വേസ്റ്റും കാര്യങ്ങളൊക്കെ തരിയും പൊടിയൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മീനുകൾ കഴിക്കും. പിന്നെ ഇതിനകത്ത് കൂലിലോച്ചുകൾ ഉണ്ടെന്ന് പറഞ്ഞാൽ അവർ സ്കാവഞ്ചേഴ്സാണ്. അവരെന്തെങ്കിലും വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കും. പിന്നെ വെള്ളത്തിൽ ഡിസോൾവ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു ആൽഗെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരത് യൂസപ്പ് ചെയ്തോളും. അതായത് അമോണിയ കൺവേർട്ട് ചെയ്ത് നൈട്രേറ്റ് ഫോമിലേക്ക് ആയ ശേഷം ആൽഗകൾ അത് കൺസ്യൂം ചെയ്തോളും. അങ്ങനെ ഒരു നാച്ചുറൽ ഫിൽട്രേഷൻ ഈ ഒരു ടാങ്കിൽ നടക്കും. ഇത് ഡയറക്റ്റ് മഴവെള്ളം വീഴുന്ന ഒരു ഏരിയയല്ല, സൺഷെയ്ഡിൻ്റെ നേരെ താഴെയാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് മഴവെള്ളം വീഴുന്നില്ല. അപ്പോൾ മഴവെള്ളം വീണ് കഴിഞ്ഞാൽ സാധാരണ ഇത്തരം മീനുകൾക്ക് പ്രോബ്ലം ആണെന്ന് തന്നെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. വളർത്തുന്നവർ അങ്ങനെയാണ് പറയുന്നത്. ഗപ്പികളൊക്കെ ഡെഡായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് പുറത്താണെങ്കിലും സൺഷെയ്ഡിന് താഴെ ചെയ്തുകൊണ്ട് മഴയൊക്കെ പെയ്യുമ്പോൾ ഇതിലേക്ക് വെള്ളം ഡയറക്റ്റ് വീഴുന്നില്ല. അതുകൊണ്ട് മഴവെള്ളത്തിൻ്റെ ആ പ്രശ്നം ഉണ്ടായിട്ടില്ല ഇതുവരെ. പിന്നെ നമ്മൾ ഫീഡ് ചെയ്യുന്നത് ഓരോ ദിവസം ഇടവിട്ടാണ് ഫീഡ് ചെയ്യുന്നത്. ഇതിനകത്ത് അത്യാവശ്യം നല്ല രീതിയിൽ നീന്തി നടക്കാനുള്ള സ്പേസ് ഉള്ളതുകൊണ്ട് മീനുകൾ ഹാപ്പിയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. നമ്മൾ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും.